Dear students, Electrodynamics കോഴ്സിലെ എൻ്റെ പോർഷനായ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള സെക്ഷനാണ് നമ്മൾ ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. First, let us see what is the difference between electrostatics and magnetostatics. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചെറുതായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ നമുക്കറിയാം സ്റ്റേഷനറി ചാർജസ് അല്ലെങ്കിൽ സ്റ്റഡി ചാർജസ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്സ് ദാറ്റ് ആർ കോൺസ്റ്റൻറ്റ് ഇൻ ടൈം അനുസരിച്ച് മാറാത്ത രീതിയിലുള്ള സ്റ്റഡി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും റെസ്റ്റിലിരിക്കുന്ന ചാർജസ് അല്ലേ. ഒരു ചാർജ് പ്ലസ് ക്യൂ നമ്മളൊരു പോയിന്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ടൈം മാറുന്നതിനനുസരിച്ച് മാറാത്ത ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. അതിനെ പറ്റിയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് തിയറി ഓഫ് സ്റ്റേഷനറി ചാർജസ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് തരുന്ന സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റേഷനറി ചാർജസിൻ്റെ സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ പേര് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഇനി മനസ്സിലേക്ക് വരണം. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ചാർജ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു മൂവിങ് ചാർജസ്. ഈ സ്റ്റഡി ആയിട്ടിരുന്നിരുന്ന റെസ്റ്റിലിരുന്നിരുന്ന ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കറണ്ട് കിട്ടും. ആ കറണ്ട് സ്റ്റഡി ആണെങ്കിൽ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ആർ അഗെയിൻ കോൺസ്റ്റന്റ് ഇൻ ടൈം. ദ തിയറി ഓഫ് സ്റ്റഡി കറണ്ട്സ് ഈസ് കോൾഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ചാർജ് ഇലക്ട്രിക് ഫീൽഡ് തരുമെങ്കിൽ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് സ്റ്റഡി ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റഡി ആയിരിക്കും, ടൈം അനുസരിച്ച് മാറുന്നതായിരിക്കില്ല. അതിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, സോ വെൻ യു ഹിയർ അഗെയിൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, stationary charges should come to your mind. Charges at rest should come to your mind. When you hear magnetostatics, steady current should come to your mind. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ എന്താ പറയുക വേറെ ഒരു രീതിയിലാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി മുതൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന മുഴുവൻ കറണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, now to study magnetic field, first we have to know what is the force exerted by a magnetic field on a charged particle. Force on a charge q moving with a velocity v in a magnetic field b. ഒരു ചാർജ് ഉണ്ട് q, അതിനൊരു വെലോസിറ്റി ഉണ്ട്. ഇനിയുള്ള നമ്മളുടെ ലൈഫിൽ കംപ്ലീറ്റ് ചാർജ് വെറുതെ ഇരിക്കില്ല, ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചാർജിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വെലോസിറ്റീൻ്റെ കാര്യം കൂടെ നമ്മൾ പറയണം. ഇനി ഈ ചാർജ് മൂവ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ബിയും ആണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, Fm, ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു Q into V cross B, which can be written as QVB sin theta, where theta is the angle between V and B. This is called Lorentz force law. ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഞാൻ ബോൾഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെൻ യു റൈറ്റ് ദിസ് ഇൻ ടു യുവർ നോട്ട് ബുക്സ് you have to put vector sign on all the vector quantities. In the presence of both electric and magnetic field, what will be the force B? ഈ ചാർജിൻ്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ചാർജ് ഇരിക്കുന്നതെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടാതെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടെ പ്രസൻ്റ് ആണെങ്കിലോ, നിങ്ങൾ ഓൾറെഡി ഈ സമയം കൊണ്ട് പഠിച്ചിട്ടുണ്ടാവണം, ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ ചാർജ് കെപ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. What is it? Fe equal to Q into E. Fe equal to Q into E.
ചാർജിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ചാർജിൻ്റെ മുകളിൽ തരുന്ന ഫോഴ്സ് കിട്ടും. അതാണ് FE. സി ദിസ് ഷുഡ് ബി F ടോട്ടൽ. ഓക്കെ, FT. ഇത് FE ആണ്. Q ഇൻറ്റു V ക്രോസ് B എന്ന് പറയുന്നത് FM ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ചാർജിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണം ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സും കൂടെ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ചാർജ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് E ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് B. But in this chapter and in the coming chapters, we are concerned only about the magnetic field. Now, look at this equation. What will be the maximum value of Fm? Fm becomes maximum when sin theta equal to 1. That is when theta equal to 90. That is when the angle between velocity of the charge and magnetic field becomes equal to 90 degree, the force on the charge is the maximum and its value will be QVB into 1, which is equal to QVB itself. Okay. Now think about the minimum value of this force. What will be the minimum value? It will be 0. ഓക്കെ, മിനിമം 0 ആവാൻ കുറേ കേസുകളുണ്ട് അല്ലേ. ഈ QVB സൈൻ തീറ്റയിലെ V0 ആയാലും ഫോഴ്സ് 0 ആവാം. എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് റെസ്റ്റിലാണ്. ചാർജ് മൂവ് ചെയ്തില്ലെങ്കിൽ ചാർജിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ ചാർജ് മൂവ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കായിട്ട് B0 ആണെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ല അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉള്ള ഫോഴ്സ് ഉണ്ടാവുക? അപ്പോൾ B0 ആണെങ്കിലും F0 ആയിരിക്കും. സൈൻ തീറ്റ 0 ആണെങ്കിലും F0 ആയിരിക്കും. ഏതൊക്കെ കേസിലാണ് സൈൻ തീറ്റ 0 ആവുക? വിയും ബിയും പാരലൽ അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആവുന്ന സമയത്ത് തീറ്റ വിൽ ബി 0 or 180. In both the cases, sin theta will be 0 and QVB sin theta will be 0 and so FM will be 0. അപ്പോൾ ഈ 3 കേസിലും V0 ആണെങ്കിലും B0 ആണെങ്കിലും തീറ്റ 0 or 180 ആണെങ്കിലും force will be minimum and the value of the minimum force is 0. So this is all about magnetic Lorentz force. We have seen only the value of the force. Force is a vector quantity and so it will also have a direction. ഡയറക്ഷൻ വളരെ എളുപ്പത്തിൽ അറിയാലേ. നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. വെക്ടേഴ്സിനെ പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും FMൻ്റെ ഡയറക്ഷൻ. V ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും FMൻ്റെ ഡയറക്ഷൻ. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അത് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമായിട്ടുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫൈൻഡ് ഔട്ട് ദ സ്മോളസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. V ക്രോസ് ബിൻ്റെ ഡയറക്ഷനാണ് കാണേണ്ടതെങ്കിൽ വിയും ബിയിൻ്റെയും ഇടയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ ഇതാണ് അല്ലേ. ഇതാണ് ലാർജസ്റ്റ് ആംഗിൾ. അതല്ല എടുക്കേണ്ട, സ്മോളസ്റ്റ് ആംഗിൾ എടുക്കുക. ഇനി വിയിൽ നിന്ന് ബിയിലേക്ക് റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക, ചുരുട്ടുക. ആ സമയത്ത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് അതായിരിക്കും ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ. ഈ കേസിൽ V ക്രോസ് ബി തരുന്നത് FMൻ്റെ ഡയറക്ഷനാണ്. A ക്രോസ് ബി ഈക്വൽ ടു C ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ക്രോസ് പ്രോഡക്റ്റിനും ഈ റൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പിക്ചോറിയലി കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ. വിയിൽ നിന്ന് ബിയിലേക്ക് V ക്രോസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കേൾ ദ ഫിംഗേഴ്സ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഫ്രം V to B. The direction in which your thumb points gives the direction of V cross B, which in this case is FM. Now, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഫിഗർ ആണ് അല്ലേ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റെയും ബിൻ്റെയും ഡയറക്ഷൻ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. വി ഈ ഡയറക്ഷനിലാക്കി, ബി ഈ ഡയറക്ഷനിലാക്കി. അപ്പോൾ എന്താ കേസ്? ഇത് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ. ഈ ഫിഗറിൽ ഈ ഒരു
ആംഗിൾ കാണിച്ചിരിക്കുന്നത് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ബി വരെ പോണേ. ഈ ഫിഗറിലുള്ള ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ വാട്ട് ഇസ് ദ സ്മോളസ്റ്റ് ആംഗിൾ? ആംഗിൾ ഇസ് തീറ്റ ഹിയർ. വിയിൽ നിന്ന് ബിയിലേക്ക് ഉള്ള സ്മോളസ്റ്റ് ആംഗിൾ തീറ്റ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? റൈറ്റ് ഹാൻഡ് എടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. റൈറ്റ് ഹാൻഡ് എടുത്ത് റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് വിയിൽ നിന്ന് ബിയിലേക്ക് കേൾ ചെയ്യാം. ആ സമയത്ത് തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതായിരിക്കും ഈ കേസിൽ, വിച്ച് ഇസ് ഷോൺ ലൈക്ക് ദിസ്. റൈറ്റ് ഹാൻഡ് തന്നെ എടുക്കണേ. ഈ സംഭവം ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് കിട്ടുക, എല്ലാം തെറ്റിപ്പോവും. Okay, so I think you have understood how to find out the magnitude of the Lorentz force and the direction of the Lorentz force. Now, let us move on. Next topic is cyclotron motion. As you can see, there is x-axis, y-axis and z-axis. They are all mutually perpendicular to each other. Consider a charge Q which is placed at this point on x-axis. We are keeping this charge in a magnetic field B. ത്രൂ ഔട്ട് ഈ പ്ലെയിനിൽ, ഇത്രയും കാലം നമ്മൾ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, പ്ലെയിൻ ഓഫ് ദ ബ്ലാക്ക് ബോർഡ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പ്ലെയിൻ ഓഫ് യുവർ ഫോൺ, പ്ലെയിൻ ഓഫ് മൈ ലാപ്ടോപ്പ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ഫോണിലാണ് കാണുന്നതെങ്കിൽ ഈ എക്സ് വൈ പ്ലെയിന് നമ്മുടെ ഫോണിൻ്റെ പ്ലെയിൻ അല്ലേ, ഫോണിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനാണ്. സെഡ് ആക്സിസോ ഫോണിൽ നിന്ന് പുറത്തേക്ക് ടുവേർഡ്സ് യു വരുന്ന ആക്സിസ് ആണ് സെഡ് ആക്സിസ്. ഫോണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആക്സിസ് മൈനസ് സെഡ് ആക്സിസ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി മൈനസ് സെഡ് ഫോണിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡയറക്ഷനിൽ കൊടുക്കുക. ഈ പോയിന്റിൽ മാത്രമല്ല കേട്ടോ നമ്മൾ കൊടുക്കുന്ന, ത്രൂ ഔട്ട് ഫോണിൽ ഇവിടെ എല്ലായിടത്തും ഈ പ്ലെയിനിൻ്റെ ഫുള്ള് ഉള്ളിലേക്ക് മൈനസ് സെഡ് ഡയറക്ഷനിൽ ഫോണിൻ്റെ ഉള്ളിലേക്കുള്ള പ്ലെയിനിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഈ ചാർജിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ ചാർജ് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ചാർജിന് നമ്മൾ ഒരു വെലോസിറ്റി കൊടുക്കും. ഒരു വെലോസിറ്റി ഉള്ള ചാർജ് ആണെന്ന് വിചാരിക്കുക. ആ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നൗ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് വി ക്രോസ് ബി. ഈ കേസിൽ ഇത് നല്ല എളുപ്പമാണ് അല്ലേ, കാരണം 90 ഡിഗ്രി ആണ് ആംഗിള്. അപ്പോൾ വി ക്രോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ വി എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ്, ബി എന്ന് പറയുന്നത് മൈനസ് സെഡ് ആക്സിസിലാണെങ്കിൽ വൈ ക്രോസ് മൈനസ് സെഡ് ചെയ്താൽ മതി. ഇപ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എക്സ് ക്രോസ് വൈയും വൈ ക്രോസ് സെഡും സെഡ് ക്രോസ് എക്സും ഒക്കെ ബൈ ഹാർട്ട് അറിയുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ. വാട്ട് വിൽ ബി വൈ ക്രോസ് മൈനസ് സെഡ്? വൈ ക്രോസ് സെഡ് എക്സ് ആണെങ്കിൽ വൈ ക്രോസ് മൈനസ് സെഡ് മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. സോ ദ ഫോഴ്സ് ഓൺ ദിസ് ചാർജ് വിൽ ബി ഇൻ ദ മൈനസ് എക്സ് ഡയറക്ഷൻ. ഇത് പ്ലസ് എക്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മൈനസ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ മൈനസ് എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഈ ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് വെറുതെ, ഇവിടെ വരെയാണ് നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിലൊക്കെ പഠിച്ച ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിച്ചു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബി, ബിക്കോസ് സൈൻ തീറ്റ വിൽ ബി 90. ഇത്രയായി. ഇനി ഈ ചാർജിൻ്റെ മുകളിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്ത് ആ ചാർജ് അവിടെ വെറുതെ ഇരിക്കൂല അല്ലേ, ആ ചാർജ് മൂവ് ചെയ്യും. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചാർജ് ഇങ്ങനെ വെലോസിറ്റീൻ്റെ ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആദ്യം കൊടുത്ത വെലോസിറ്റീൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യില്ല, കാരണം നേരെ 90 ഡിഗ്രിയിൽ ഒരു ഫോഴ്സ് വരുന്നത് കൊണ്ട് ചാർജ് ഇങ്ങനെ പതുക്കെ 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 മൂവ് ചെയ്യും. അപ്പോൾ വേറെ ഒരു പോയിന്റിൽ എത്തിയിട്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ഇതേപോലെ ഈ അടുത്തുള്ളൊരു പോയിന്റ്, തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്താ പറയുക ഇമാജിൻ ചെയ്യാം. അത് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെയുള്ള പോയിന്റ് ഇമാജിൻ ചെയ്തേ ഉള്ളൂ. ഈ പോയിന്റിലെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഇത് ഏകദേശം സർക്കുലർ ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആണ് അല്ലേ. അപ്പോൾ ഈ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പം ഇതിൻ്റെ ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ മാറി. ഓക്കെ, വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ മാറി, പക്ഷെ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പോൾ നിങ്ങൾ പുതിയ
ഫോഴ്സ് എന്താന്ന് കണ്ടുപിടിച്ചേ? V is in this direction. Magnetic field acts into the plane of the phone. Curl your fingers from V to B. What will you get? You will get force in this direction. Okay. Did you see where I am going? Q മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നു, ബീൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് തന്നെ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറുന്നു എന്ന് മാത്രമല്ല, ഏത് പോയിന്റ് എടുത്താലും അത് ഈ സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ് കോൾഡ്? ഇറ്റ് ഈസ് കോൾഡ് സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലേ? ഒരു പാർട്ടിക്കിളിന് ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് അത്യാവശ്യമാണ്. ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഒരു സർക്കുലർ മോഷൻ എന്നല്ല, ഇങ്ങനെ സർക്കുലർ മോഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സർക്കുലറായിട്ട് നമ്മുടെ ചാർജ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ സൈക്ലോട്രോൺ മോഷൻ എന്ന് പറയാം. യു കനോട്ട് ഡു ദിസ് ആനിമേഷൻ ഇൻ യുവർ നോട്ട് ബുക്ക് അല്ലേ? അതുകൊണ്ട് ഒരു ഫിഗർ മാത്രം വരച്ചാൽ മതി, വിച്ച് ഇസ് ഷോൺ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. Let us just discuss what we have already seen in the previous slide. Typical motion of a charged particle in a magnetic field will be circular. ടിപ്പിക്കലി ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്, വെലോസിറ്റി ഉള്ള ഒരു ചാർജ് വെച്ച് കഴിയുമ്പോൾ അത് സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യും എന്ന് നമ്മളിപ്പോൾ കണ്ടു. A uniform magnetic field B points into the page. In your case നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ പേജിൽ തന്നെ എഴുതാം. എ ചാർജ് Q മൂവ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് വിത്ത് സ്പീഡ് V അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് R. Magnetic force points inward and has a fixed magnitude, which is QVB, because at every point magnetic field and velocity are perpendicular to each other. നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ ആനിമേഷനിൽ കണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ്സ് എ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. Centripetal acceleration, as we all know, has the form, അല്ലെങ്കിൽ centripetal force has the form mv²/r. ഈ രണ്ട് സൈഡിലും v കോമൺ ആണ്. v ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ mv എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ആണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുക. mv എന്താണ്? മൊമെൻറ്റം ആണ് അല്ലേ? മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ. നൗ ടേക്ക് r ടു ദി അതർ സൈഡ്. യു വിൽ ഗെറ്റ് p ഈക്വൽ ടു qrb. This figure you have to draw in your notebook. Now let us look at this equation a little bit more in detail. What is m? M is mass of the particle. What is p? Momentum of the particle. This equation is known as cyclotron formula. സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. അതിനകത്ത് എന്തായിരിക്കും നടക്കുക എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സർക്കുലർ ഒരു വെലോസിറ്റിയിൽ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാർജ് സർക്കുലർ ആയിട്ടുള്ള മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം എന്തിനായിരിക്കും ഈ സൈക്ലോട്രോൺ ഉപയോഗിക്കുന്നതും നമുക്കിപ്പം ഊഹിക്കാം അല്ലേ? ഓക്കെ. It gives a simple experimental technique to find out the momentum of a charged elementary particle. Elementary particles-ന്റെ momentum കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനും ഈ സൈക്ലോട്രോണും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു വെലോസിറ്റിയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അങ്ങോട്ടേക്ക് കൊടുത്താൽ തന്നെ അത് സർക്കുലർ ഓർബിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് മാത്രം നമ്മൾ മെഷർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബി എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ എലിമെൻ്ററി പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താണെന്ന് നമുക്കറിയാം. റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Send an elementary particle through a region of non-magnetic field and measure the radius of its circular trajectory അല്ലെങ്കിൽ path. We will get the momentum of the elementary particle. Now,
ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെന്നുള്ളതാണ് അല്ലേ. കാരണം ചാർജ് മൂവ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ പ്ലെയിനിൽ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് ഫോണിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ചാർജ് എവിടെയാണെങ്കിലും ഏത് പോയിന്റ്, ആ സർക്കിളിൻ്റെ മുകളിലുള്ള ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും വെലോസിറ്റിയും ബിയും പെർപെൻഡിക്കുലർ ആണ്. ഇനി അങ്ങനെ അല്ലാത്ത കേസും ഉണ്ടാവാം അല്ലേ. ഏതെങ്കിലും ഒരു ആംഗിൾ, വെലോസിറ്റി ബി ആയിട്ട് ഏതെങ്കിലും ഒരു ആംഗിളിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് എങ്ങനെ നമ്മൾ നോക്കിക്കാണും? എനി വെലോസിറ്റി ക്യാൻ ബി റിസോൾവ്ഡ് ഇൻറ്റു എ വെലോസിറ്റി കോമ്പണൻറ്റ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ വെലോസിറ്റി കോമ്പണൻറ്റ് വിച്ച് ഇസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയായി അല്ലേ. പെർപെൻഡിക്കുലർ കോമ്പണൻറ്റിനെ നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. പാരലൽ കോമ്പണൻറ്റ് എന്ത് സംഭവിക്കും എന്ന് മാത്രം നമ്മൾ ഇനി ചിന്തിച്ചാൽ മതി. എന്തായിരിക്കും സംഭവിക്കുക? പാരലൽ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? Here we assumed that charge moves in a plane perpendicular to B. If the velocity is at some angle B, component of V parallel to B, which is denoted as V parallel, will be unaffected by the magnetic field. കാരണം എന്താണ്? F is equal to Q into V cross B അല്ലേ. V ക്രോസ് ബി എന്ന് പറയുന്നത് വിയും ബിയും പാരലൽ ആണെങ്കിൽ 0 ആയിരിക്കും നമ്മൾ കണ്ടു. അപ്പോൾ F എന്താണ്? Fഉം 0 ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ പാരലൽ കോമ്പണൻറ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വി പാരലൽ എന്ന് പറഞ്ഞ സാധനം അൺഎഫക്റ്റഡ് ആയിട്ട് ആ വി പാരലൽ തന്നെ നിലനിൽക്കും. വി പാരലൽ മാറില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ആ പാരലൽ കോമ്പണൻറ്റിന് ഒരു വെലോസിറ്റി ആ പാർട്ടിക്കിളിന് എപ്പോഴും ഉണ്ടായിരിക്കും എന്നർത്ഥം. F is 0. Now, component of V perpendicular to B, which is denoted as V perpendicular, will behave as discussed before. നമ്മൾ നേരത്തെ കണ്ട സൈക്ലോട്രോൺ മോഷൻ സെയിം ആണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഡിയസും സെയിം ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടും. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ V എന്ന് എഴുതുന്നിടത്ത് പകരം ഈ പ്രാവശ്യം നമ്മൾ V perpendicular എന്ന് എഴുതണം. QVB equal to mv²/r will become Q V perpendicular B equal to M V perpendicular square by R. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം സൈക്ലോട്രോണിൻ്റെ കേസിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ വി പെർപെൻഡിക്കുലർ വി പാരലൽ എന്നൊന്നും മാറ്റി എഴുതിയില്ല, വിന്ന് മാത്രമേ എഴുതിയുള്ളൂ. ഈ കേസിൽ നമുക്ക് രണ്ട് കോമ്പണൻസ് ഉണ്ട്, വി പെർപെൻഡിക്കുലറും ഉണ്ട് വി പാരലലും ഉണ്ട്. അപ്പോൾ വി പെർപെൻഡിക്കുലർ ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് തരിക നേരത്തെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ വിക്ക് വി പെർപെൻഡിക്കുലർ ഡിനോട്ട് ചെയ്യണം. വി പാരലലിൻ്റെ അവസ്ഥ എന്താ? ഒരു വ്യത്യാസവും ഉണ്ടാവില്ല, വി പാരലൽ അങ്ങനെ തന്നെ നിലനിൽക്കും. വി പാരലലിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും ഉണ്ടാവില്ല. ഇങ്ങനെ സർക്കുലാർ മോഷൻ പ്ലസ് എ പാരലൽ ട്രാൻസ്ലേറ്ററി മോഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി. കാരണം ഈ വി പാരലല് ബീൻ്റെ പാരലൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ വെലോസിറ്റി ഒരു ചേഞ്ചും ഇല്ലാതെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ബീൻ്റെ ഡയറക്ഷനിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്ലസ് ഈ വി പെർപെൻഡിക്കുലർ കാരണം ആ പാർട്ടിക്കിൾ സർക്കുലാർ മോഷനും കൊടുക്കും. അപ്പോൾ ഒരു സർക്കുലാർ മോഷനും ഒരു ലീനിയർ മോഷനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പം ആ പാർട്ടിക്കിൾ ഒരു ഹെലിക്സിനെ ട്രേസ് ഔട്ട് ചെയ്യും. ഓക്കെ, ആ ഹെലിക്സിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്, പക്ഷേ ഈ ചാർജിന് വി പാരലലും ഉണ്ട് വി പെർപെൻഡിക്കുലറും ഉണ്ട്. അപ്പോൾ വി പാരലലിൻ്റെ ഡയറക്ഷനിൽ ഒരു ട്രാൻസ്ലേറ്ററി മോഷനും ഉണ്ടാവും, വി പെർപെൻഡിക്കുലർ കാരണം ഒരു സർക്കുലാർ മോഷനും ഉണ്ടാവും. അപ്പോൾ സർക്കുലാർ മോഷനും ഈ ട്രാൻസ്ലേറ്ററി മോഷനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫിഗറിൻ്റെ പേരാണ് ഹെലിക്സ്. ഓക്കെ, ആ മോഷൻ്റെ പേരാണ് ഹെലിക്കൽ മോഷൻ. ഇതെങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ ആനിമേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് മനസ്സിലാവും. ദിസ് ഈസ് ഹെലിക്കൽ മോഷൻ. ഓക്കെ, since it is the first class, I want you to be very comfortable with the whole course, so I have chosen only a very small topic. ഇത് സ്മോൾ ആണെങ്കിൽ നമ്മൾ ജാവയൊക്കെ പോലെ സിമ്പിൾ ആണെങ്കിലും വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഈ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സോ until then, bye.